ബസ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവരിൽ 32 പേർ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും ഒരാൾ പാലാ മെഡിസിറ്റിയിലും ചികിത്സയിലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ജോസഫ് ചേരുകയാണ്. ഹിമ പരിക്കേറ്റവരെ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും പാലാ മെഡിസിറ്റിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഏകദേശം ഈ അപകടം നടന്ന സ്ഥലത്ത് 600 അടി താഴ്ചയുള്ള കൊക്കയാണ് ഉണ്ടായിരുന്നത്. 30 അടി ആയപ്പോൾ മരങ്ങളിൽ തട്ടി നിന്നതിനാൽ ഒരു പരിധിവരെ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും ഇടയിൽ പുല്ലുപാറയ്ക്ക് സമീപമാണ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞത്. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബ്രേക്ക് നഷ്ടപ്പെട്ട വിവരം ഡ്രൈവർ പറഞ്ഞ ഉടൻ ബസ് മറിയുകയായിരുന്നുവെന്ന് രക്ഷപ്പെട്ട യാത്രക്കാർ പറഞ്ഞു. വളവിൽ ബ്രേക്ക് നഷ്ടപ്പെടുകയായിരുന്നു എന്നും ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നും വിളിച്ചു പറഞ്ഞിരുന്നതായും ബസ് ഡ്രൈവറും വ്യക്തമാക്കിയിട്ടുണ്ട്. വണ്ടി ഇടിച്ചു നിർത്തുവാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അപകടത്തിൽപ്പെട്ടവരെ മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും ബി എൻ വാസവനും സന്ദർശിക്കുകയുണ്ടായി. മരിച്ചവരുടെ മൃതദേഹം ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഹിമ.